രാജ്യാന്തര വാണിജ്യ മേഖലയിൽ നിർണായക സ്വാധീനമുള്ള ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകണമെന്നും വ്യാപാര കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടാകില്ലെന്ന് ഉറപ്പുനൽകണമെന്നും ഇറാനോട് യുഎസ് ആവശ്യപ്പെട്ടു. മധ്യസ്ഥർ മുഖേന ഈ ആവശ്യം യുഎസ് ഭരണകൂടം ഇറാനെ അറിയിച്ചിട്ടുണ്ട്. സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് യുഎസിന്റെ ആരോപണം. എന്നാൽ തങ്ങളല്ല കരാർ ലംഘിച്ചതെന്നും യുഎസാണ് പ്രകോപനം സൃഷ്ടിക്കുന്നതെന്നും ഇറാൻ തിരിച്ചടിച്ചു. അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യൻ ഓഹരി വിപണി ഈ ആഴ്ചയുടെ അവസാന വ്യാപാരദിനം നേട്ടത്തോടെയാണ് പൂർത്തിയാക്കിയത്. ഐഇടി ഭീമനായ ഇടിസിഎസ് പുറത്തുവിട്ട മികച്ച ഒന്നാം പാദഫലങ്ങളാണ് വിപണിക്ക് കരുത്തായത്. വെള്ളിയാഴ്ച സെൻസെക്സ് 1.8% നേട്ടത്തോടെ 77,569.39 എന്ന നിലയിലും നിഫ്റ്റി 244 പോയിന്റ് ഉയർന്ന് 24,202.90 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിദേശ നിക്ഷേപകർ വെള്ളിയാഴ്ച മാത്രം 2,603 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി. ടിസിഎസിന്റെ വരുമാനത്തിൽ 13.9% വർധന രേഖപ്പെടുത്തിയത് മേഖലയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ 27% വളർച്ച ബാങ്കിംഗ് മേഖലയെയും സഹായിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.